അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം വോട്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും, അല്ലാണ്ട് ഇവർക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടില്ല എന്ന് ഇവർക്ക് അറിയാം. അപ്പോൾ പണം കൊടുക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തവും ശക്തവുമായി ഞാൻ കാണിച്ചു തരാം. ആദ്യം കിറ്റ് കൊടുക്കണോ, ഇപ്പുറത്ത് പൈസ കൊടുക്കണോ, എത്ര കോടികൾ എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമോ ദൈവത്തിനറിയാം. നമുക്ക് എന്തായാലും ആ ഭംഗിയായ കാഴ്ച, പണം കൊടുക്കുന്നത്, വോട്ടിന് വേണ്ടി പണം കൊടുക്കുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം. കണ്ടോ നിങ്ങള്, പണം കൊടുക്കുന്നതല്ല കണ്ടിട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്ക് കാണണ്ടേ? ഇപ്പൊ കാണിക്കാം. ഇനി നടക്കാൻ പോകുന്നതാണ് വളരെ വളരെ വിചിത്രമായ കാര്യങ്ങൾ. നിങ്ങളൊന്ന് കാണ്, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്ക്. നിങ്ങൾ പറയ്, എന്താ ഇവിടെ നടക്കണേ, എന്താ നമ്മൾ ഇനി ചെയ്യേണ്ടത്? ഏ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. കൂടുതൽ വിലസുണ്ടാകുന്നു ശോഭ ചേച്ചിയാ പറയണ. മുൻ സീറ്റിലിരുന്ന് സൈഡിൽ സീറ്റിലിരുന്നിട്ട് കാൻഡിഡേറ്റിന്റെ ഫോട്ടോ വീഡിയോ എടുത്താൽ മതി. കൂടുതൽ വിലസുണ്ടാകുന്നു, ബാക്കി നമുക്ക് കാണാം. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. എന്റെ മൊബൈലിൽ കാര്യം നിങ്ങൾക്കില്ല, എന്റെ മൊബൈൽ കാര്യം നിങ്ങൾക്കില്ല. മൊബൈൽ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിൽ ശോഭ ചേച്ചി അടിച്ചതിന്റെ ഞാൻ ബാക്കി പറയണില്ല. ഒരു സ്ഥാനാർത്ഥി, ഒരു ജനപ്രതിനിധി പറയുന്ന ഡയലോഗായത്. ഇത്രയും ദിവസം തലങ്ങും വിലങ്ങും തുള്ളിയും ചാടിയൊക്കെ റീൽസും പോസ്റ്റും വീഡിയോ ഒക്കെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പണം കൊടുത്തത് കണ്ട് അതിന് തെളിവിന് വേണ്ടി വീഡിയോ എടുത്തതാണ് ചേച്ചിക്ക് പ്രശ്നം ഇപ്പം ആയത്. അടിച്ച് പൊളിക്കുന്ന പറഞ്ഞു ചേക്കന. എന്താല്ലേ ഇവരുടെയൊക്കെ കയ്യിൽ കൊടുക്കണോ? നിങ്ങൾ പറ. കിറ്റിന് കിറ്റ്, പൈസക്ക് പൈസ, എന്തൊക്കെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ കാണിച്ചു കൂടണേ? അണുകുവൊന്ന് മറ്റേ മിഷനിൽ വരെ എന്തെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടോ ഇവർ? ഇവർ അതിനും മടിക്കില്ല. സീറ്റിന് വേണ്ടി ഇവർക്ക് ജയിക്കാൻ വേണ്ടി വേറെ വഴിയില്ലല്ലോ. നമ്മൾ കേരളത്തിലെ ബോധവും വിവരമുള്ള ആൾക്കാർ ഇവർക്ക് എന്തായാലും വോട്ട് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ വഴിയുള്ളൂ. എന്താലേ, നിങ്ങൾക്ക് പൈസ കൊടുത്ത് പറ്റിക്കാൻ നോക്കുക.